ഇപ്പോൾ പത്മജ വേണുഗോപാൽ പൊങ്കാലയിടുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. റോഷിപാൽ അവിടെ പത്മജയ്ക്കൊപ്പമുണ്ട്. റോഷി, എന്താണ് മനസ്സിൽ പൊങ്കാലയിടുമ്പോൾ എന്ന് ചോദിക്കുമോ? മാധവ്, തീർച്ചയായും പത്മജ വേണുഗോപാൽ തിരുവനന്തപുരത്ത് വീട്ടിൽ ലീഡറുടെ വസതിയായിരുന്നു ഇത്. അവിടെ ഓർമ്മകളുണ്ടാകും. ചേച്ചി ഇത്തവണ പൊങ്കാല അർപ്പിക്കുമ്പോൾ മനസ്സിൽ എന്താണ് അമ്മയോട് പറയാം? ഞാൻ എല്ലാ കൊല്ലം ഇടാറുണ്ട് ഇവിടെ. എല്ലാ കൊല്ലവും വരും. അതിന് പക്ഷെ ഒരു പബ്ലിസിറ്റി കൊടുക്കാറില്ല. ആദ്യമായിട്ടാണ് എല്ലാവരും അറിയണത്. കുറേ ബന്ധുക്കളൊക്കെ വരാറുണ്ട്. ഇന്ന് പുറത്തുനിന്ന് എത്താൻ പറ്റിയില്ല. ഗൾഫിൽ നിന്നൊക്കെ വരുന്ന ഫ്രണ്ട്സുണ്ട്. ഞങ്ങളെല്ലാവരും കൂടി അടിപൊളിയായിട്ട് അമ്മയ്ക്ക് ഇതാവും. ആവശ്യങ്ങളൊന്നും ഞാൻ പറയാറില്ല. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം, എനിക്കെന്താ നല്ലതെന്ന് അമ്മ തീരുമാനിക്കട്ടെ. അല്ലാണ്ട് എൻ്റെ ആവശ്യങ്ങൾ പറയാറില്ല. എല്ലാം അമ്മയ്ക്ക് അർപ്പിക്കുകയാണ്. ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. ഒരു ഭാഗത്ത് രാഷ്ട്രീയമുണ്ട്. പത്മജ ചേച്ചി ഇത്തവണ BJP-യുടെ ഭാഗമായി മത്സരിക്കുമെന്നൊക്കെ അഭ്യൂഹങ്ങളുള്ള സമയം കൂടിയാണ്. അമ്മയോട് അതുകൂടെ പറയുന്നത്? ഇല്ല, ഞാൻ പറഞ്ഞില്ലേ, എന്ത് കാര്യമായാലും ഞാൻ പ്രത്യേകിച്ചൊരു ആവശ്യങ്ങൾ പറയാറില്ല. ഞാൻ പറയും, എപ്പോൾ ഏതമ്പലത്തിൽ പോയാലും അങ്ങനെ പറയാം, എനിക്കെന്ത് നല്ലതെന്ന് തീരുമാനിക്കുക, അത് അവിടെ നിന്നാണ് തീരുമാനിക്കേണ്ടത്. ഒരാവശ്യങ്ങൾ ഇന്ന് വരെ ദൈവത്തിനോട് പറഞ്ഞിട്ടില്ല. ഇവരുടെ ഒരു സാന്നിധ്യം ഉണ്ടായിരുന്ന വസതി കൂടിയാണ്. അപ്പം സ്വാഭാവികമായിട്ട് അച്ഛൻ്റെ ഓർമ്മകളും അമ്മയുടെ ഓർമ്മകളൊക്കെ? തീർച്ചയായിട്ടും അമ്മ ഇടുമായിരുന്നു മുമ്പൊക്കെ അമ്പലത്തിൻ്റെ അടുത്ത്. പിന്നെ ഞാനൊക്കെ ഇപ്പം അച്ഛനൊക്കെ ഉള്ളപ്പോൾ തന്നെ ഇവിടുന്ന് ഞാൻ തുടങ്ങി ഇവിടെ ഇടാറ്. എല്ലാ കൊല്ലവും ഇടും. നമുക്ക് കഴിയുന്നത് ഞാൻ മുടക്കാറില്ല. ഇത്തവണ പതിവ് പോലെ തന്നെയാണ് സുഹൃത്തുക്കളും? അതെ, അടുത്ത സുഹൃത്തുക്കളും ഒക്കെ കൂടി. മോക്കൊന്നും വരാൻ പറ്റിയില്ല. ഇവിടെ ഇതല്ലേ യുദ്ധമൊക്കെ ഉള്ളതുകൊണ്ട് മോള് ദുബായിലാണ്. അവൾക്ക് വരാൻ പറ്റിയില്ല. ഞാൻ പ്ലാൻ ചെയ്തിരുന്നു. അതെ.